രാഹുൽ ഗാന്ധിക്കെതിരായ കൊലവിളി പരാമർശത്തിൽ പിന്റു മഹാദേവിന് വേണ്ടി തെരച്ചിൽ. തൃശൂരിലെ ബി.ജെ.പി. നേതാവിന്റെ വീട്ടിൽ പരിശോധന നടത്തി പോലീസ്. ബി.ജെ.പി. നേതാവ് സുരേന്ദ്രൻ ഐനിക്കുന്നത്തിന്റെ വീട്ടിലാണ് പരിശോധന. പിന്റു മഹാദേവിനെതിരെ പോലീസ് ഇന്നലെ കേസെടുത്തിരുന്നു. അനൽക സെയ്ദ് വിവരങ്ങളുമായി ചേരുന്നു. അനൽകാം, എവിടങ്ങളിലൊക്കെയാണ് പരിശോധന നടക്കുന്നത്? ഇയാൾ എവിടെയാണുള്ളത്? ഇന്നിപ്പോൾ നിയമസഭയിൽ തന്നെയും ഇതൊരു വലിയ വിഷയമായിരുന്നു. പ്രതിപക്ഷം അതൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമായി തന്നെയും ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. എന്താണ് നടക്കുന്നത്? സനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള ഈ കൊലവിളി പരാമർശത്തിൽ ആകെ പ്രതിഷേധമുണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് KPCC നേതാവ് തന്നെ ഇത്തരത്തിൽ തൃശൂർ പേരമംഗൽ പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഇന്ന് തൃശൂരിലെ BJPയുടെ ജില്ലാ നേതാവായിട്ടുള്ള ഈ നേതാവിന്റെ വീട്ടിൽ ഇത്തരത്തിലൊരു പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രധാനപ്പെട്ട BJP നേതാക്കളുടെ വീട്ടിലൊക്കെ തന്നെ പരിശോധന നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ പിന്റു മഹാദേവനെ കണ്ടെത്താൻ, അതായത് ഇത്തരത്തിൽ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് BJP ഓഫീസുകളിലൊക്കെ തന്നെ പരിശോധന നടത്താൻ സാധ്യത കാണുന്നുണ്ട്. തൃശൂർ പേരമംഗലം പോലീസിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റിടങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാനാണ് പോലീസിന്റെ നീക്കം. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ നേതാക്കളുടെ അടക്കം ഈ പിന്റു മഹാദേവനെ അറസ്റ്റ് ചെയ്യാത്തതിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പ്രതിപക്ഷ നേതാക്കൾ ഉൾപ്പെടെ ഇത്തരത്തിലൊരു അമർഷം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ BJP നേതാക്കളുടെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട BJP നേതാക്കളുടെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട BJP നേതാവ് സുരേന്ദ്രൻ ഐനിക്കുന്നത്തിന്റെയും അദ്ദേഹത്തിന്റെ സഹോദരൻ ഗോപി ഐനിക്കുന്നത്തിന്റെയും വീടുകളിലാണ് ഇപ്പോൾ പോലീസ് പരിശോധന നടക്കുന്നത്. ശരി, നന്ദി അനൽക വിവരങ്ങൾക്ക്. പിന്റു മഹാദേവ് എന്ന BJP നേതാവിന് വേണ്ടിയാണ് പോലീസ് പരിശോധന നടന്നത്. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ രാഹുൽ ഗാന്ധിയെക്കെതിരായിട്ട് വധഭീഷണി പോലുള്ള ഒരു പ്രസ്താവന പിന്റു മഹാദേവ് നടത്തിയിരുന്നു.